ഗാസ മുനമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന തടവറയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോഴും ഇവിടെ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തം അതിന്റെ ഏറ്റവും ഭയാനകമായ രൂപമാണ് പ്രാപിച്ചിരിക്കുന്നത്. പട്ടിണിയും പോഷകാഹാരക്കുറവും ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകളും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേർ കൂടി മരണപ്പെട്ടതോടെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പട്ടിണി മരണങ്ങളുടെ എണ്ണം 175 ഉയർന്നു. ഇതിൽ 93 പേരും പിഞ്ചു കുട്ടികളാണ് എന്നതും ഹൃദയഭേദകമായൊരു യാഥാർത്ഥ്യമാണ്. പട്ടിണി മരണങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗാസയിലെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് വ്യക്തമാക്കുകയും മതിയായ ഭക്ഷണമോ പോഷകങ്ങളോ ലഭിക്കാത്തത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സാരമായി ബാധിക്കുന്നുമുണ്ട്. പ്രതിരോധശേഷി കുറയുന്നതിനാൽ അവർക്ക് രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല. വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ശുദ്ധജലത്തിന്റെ അഭാവം, ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ച എന്നിവയെല്ലാം ചേർന്ന് കുട്ടികളുടെ അതിജീവന സാധ്യതകളെ ഇല്ലാതാക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു തലമുറയുടെ ഭാവി എന്തായിരിക്കും എന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. UN ഏജൻസികൾ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടും ലോകം കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്.